പ്രിയമുള്ളവരെ, വചനജ്വാല 1664 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 22 ഞായറാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 36 അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ചുരുൾ കത്തിക്കുന്നു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യയാക്കീമിന്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമിയായോട് അരുൾ ചെയ്തു: ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെ കുറിച്ച് യൂദാ ഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമിയ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളി ചെയ്ത സകല വചനങ്ങളും പറഞ്ഞു കൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമിയ ബാറൂക്കിനോട് പറഞ്ഞു: കർത്താവിന്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിന്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാചനകൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിന്റെ മേൽ നിപതിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിന്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറൂസലേമിലെ ജനത്തിനും യൂദയായിലെ മറ്റു നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിന്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിന്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാന്റെ മകൻ ഗമാറിയായുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിന്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിന്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഹാന്റെ മകനായ ഗമാറിയായുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകന്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷമായുടെ പുത്രൻ ദലായ, അക്ബോറിന്റെ പുത്രൻ എൽനാഥൻ, ഷാഫാന്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ടുവരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിന്റെ അടുക്കലേക്ക് ഊഷിയുടെ മകനായ ഷെലേമിയായുടെ മകനായ മത്താനിയായുടെ മകൻ യഹൂദിയെ അയച്ചു.
അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ സക്കറിയാസു പാപ്പായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. യൂറോപ്പിന്റെ സമുദ്ധാരണത്തിന് അത്യധികം അധ്വാനിച്ചിട്ടുള്ള സക്കറിയാസ് പാപ്പ ഇറ്റലിയിൽ കലാബ്രിയ എന്ന സ്ഥലത്ത് ഗ്രീക്ക് മാതാപിതാക്കളിൽ നിന്നും ജനിച്ചു. മാർപ്പാപ്പയായ ശേഷം 11 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ തീഷ്ണതയും അധ്വാനശീലവും നിതരാം സുവ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഗ്രീക്ക് സാമ്രാജ്യവും ലബാർഡുകാരും തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ച് ഒരു യുദ്ധം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. സഭാ നിയമങ്ങൾ ചർച്ച ചെയ്യാൻ സൂനകദോസ് കൂടി ജർമ്മനിയിൽ വിശുദ്ധ ബോണിഫസിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാർപ്പാപ്പ നൽകിയ പ്രോത്സാഹനം ജർമ്മനിയുടെ മാനസാന്തരം ഏതാണ്ട് പൂർത്തിയാക്കാൻ വഴിതെളിച്ചു. മോന്തെ കസീനോ പുനരുദ്ധരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുകയും ആശ്രമ ദേവാലയത്തിന്റെ കൂദാശാകർമ്മം നിർവഹിക്കുകയും ചെയ്തു. റോമിൽ കർഷക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ദരിദ്രർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ അധ്വാനങ്ങൾക്ക് നടുവിലും മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ സംഭാഷണങ്ങൾ എന്ന ഗ്രന്ഥം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു. പ്രവർത്തിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്ത് ജീവിച്ച് മരിച്ച വിശുദ്ധ സക്കറിയാസ് മാർപ്പാപ്പയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.